Hi friends, Foods of Idukkiയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബീഫ് ചില്ലി റെസിപ്പി ആയിട്ടാണ്. നമ്മൾ റെസ്റ്റോറന്റ് സ്റ്റൈൽ ബീഫ് ചില്ലിയാണ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനൊരു 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ബീഫ് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്യാൻ നോക്കുക. ഇതുപോലെ നീളത്തിലാണ് ബീഫ് കട്ട് ചെയ്യേണ്ടത്. അതിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ചതച്ച കുരുമുളകാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പ്. സോയാ സോസിലൊക്കെ നന്നായിട്ട് ഉപ്പുള്ളതാണ്. നമ്മൾ വേറെയും സോസ് ചേർക്കാനുണ്ട്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം ഞാനിതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു 4 വിസിലടുപ്പിച്ച് വേവിക്കാം. ഞാൻ എടുത്തിരിക്കുന്ന ബീഫ് ഒരു 4 വിസിലുകൊണ്ടൊക്കെ വേവും. നിങ്ങൾ എടുക്കുന്ന ബീഫിൻ്റെ മൂപ്പ് അനുസരിച്ച് വിസിൽ തീരുമാനിക്കാം. ഈ ബീഫ് റെഡി ആയിട്ടുണ്ട്. ഈ വെന്ത ബീഫ് നമുക്ക് ഇതിൽ നിന്ന് കോരി വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ ഈ ബീഫ് വെന്ത വെള്ളം ഉണ്ടല്ലോ, ബീഫ് സ്റ്റോക്ക്, അത് നമുക്ക് സൈഡിലേക്ക് വെക്കാം. നമുക്കിത് പിന്നീട് ആവശ്യമുണ്ട്. ഈ ബീഫിലേക്ക് ഇതൊന്ന് തിക്കാവാൻ പാകത്തിന്, അതായത് ഇതിലൊരു കോട്ടിങ് വരണം. ആ കോട്ടിങ്ങിന് ആവശ്യത്തിന് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ ബീഫ് എടുക്കുമ്പോൾ നെയ്യില്ലാത്ത ബീഫ് നോക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഞാനൊരു 5 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ എടുത്ത് വെച്ചിട്ടുണ്ട്, ചേർത്ത് കൊടുക്കുകയാണ്. ബീഫിൽ നന്നായിട്ടൊരു കോട്ടിങ് ആവശ്യമുണ്ട്, അതിനാണ്. അടുത്തതായിട്ട് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്. എല്ലാ സോസ് ഐറ്റത്തിനും നന്നായിട്ട് ഉപ്പുണ്ട്, അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് മാത്രമേ ചേർക്കാവുള്ളൂ. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പോൾ ഈ കോൺഫ്ലവറും ഈ സോസും എല്ലാം ബീഫിലേക്ക് നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് പിടിക്കണം. അപ്പോൾ ആ ഒരു പരുവത്തിൽ ചേർക്കാം. ഇപ്പോൾ ഈ ബീഫിനൊരു അല്പം വെള്ളമയം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അതങ്ങ് പിടിക്കും. അടുത്തതായിട്ട് നമുക്ക് ഈ ബീഫ് ഒന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഓരോരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം, തമ്മിൽ ഒട്ടിപ്പിടിക്കണ്ട. 2 or 3 ട്രിപ്പായിട്ട് നിങ്ങൾ എടുക്കുന്ന പാത്രത്തിൽ സൗകര്യം അനുസരിച്ച് വറുത്ത് കോരുക. ബീഫ് ഓൾറെഡി വെന്തതാണ്, അപ്പോൾ ജസ്റ്റ് ആ മാവിട്ടൊന്ന് കോട്ടായാൽ മതി. അപ്പോൾ ഞാൻ ഫുൾ ബീഫും ഇതുപോലെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ സോയ സോസൊക്കെ ചേർത്തിട്ടാണ് ബീഫ് നല്ല കറുത്ത കളറിലിരിക്കുന്നത്. ഇത്രയും മൊരിഞ്ഞാൽ മതി. നമുക്കിതങ്ങ് കോരിയെടുക്കാം. നിങ്ങൾക്ക് ആ ബീഫിൽ കോൺഫ്ലവർ ഒക്കെ മിക്സ് ചെയ്യുമ്പോൾ ഫുഡ് കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാകുമ്പോൾ തീർച്ചയായിട്ടും ഫുഡ് കളർ ഉണ്ടാവും. നമുക്ക് ഈ സെയിം ഓയിലിൽ തന്നെ ബാക്കി തയ്യാറാക്കാം. പക്ഷേ ഇത്രയും ഓയിലിൻ്റെ ആവശ്യം നമുക്കില്ല. കുറച്ച് ഓയിൽ നമുക്കങ്ങ് മാറ്റാം, ബാക്കി ഓയിലിൽ തയ്യാറാക്കാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. ഈ ഒരു റെസിപ്പിക്കൊക്കെ അത്യാവശ്യം ഓയിലൊക്കെ ഉണ്ടാവണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇതൊന്നും ഡെയിലി നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു ഐറ്റം ഒന്നും അല്ലല്ലോ. അപ്പോൾ എല്ലാ കാലത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതൊരു സ്റ്റൈലിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ, ഇഞ്ചി 1.5 ടേബിൾ സ്പൂൺ. ഇതുപോലെ വലിയ സൈസിൽ സവോള എരിഞ്ഞു വെക്കണം. സവോള ഒരുപാട് വഴണ്ടു പോകരുത്. പിന്നെ പച്ചമുളക് ഞാനൊരു 4 എടുത്തിട്ടുണ്ട്, കാരണം ചില്ലി ബീഫാണല്ലോ, അപ്പോൾ നന്നായിട്ട് എരിവ് ഉണ്ടാവണം. സ്പ്രിംഗ് ഓണിയൻ ഒരു 2 തണ്ട്, ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കോ സവോളയും ഒരുപാട് വെന്തുടഞ്ഞു പോകരുത്. അപ്പോൾ ആദ്യമായിട്ട് ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം, ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും അത്യാവശ്യം നന്നായിട്ട് മൊരിഞ്ഞ് വരണം. പച്ചമുളകും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോള ഒരുപാട് കുക്കായി പോകരുത്. ഈ ഇളക്കി കൊടുക്കുമ്പോൾ ഇതിൻ്റെ അല്ലിയൊക്കെ തിരിഞ്ഞു വരും. നമ്മൾ ഈ ചില്ലി ബീഫ് കഴിക്കുമ്പോൾ സവോള എങ്ങനെ കഴിക്കാനായിട്ട് പറ്റണം. അപ്പോൾ ഈ സവോള ഒരു 2 മിനിറ്റ് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് 3 സൈസിലുള്ള സോസ് ചേർക്കണം. ചില്ലി സോസ്, സോയാ സോസ്, ടൊമാറ്റോ സോസ്. 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1.5 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് ഞാൻ 1 ഡ്രോപ്പ് ഫുഡ് കളർ ചേർക്കുകയാണ്. എനിക്ക് ഫുഡ് കളർ ചേർക്കുന്നത് ഒട്ടും താല്പര്യമില്ല, പക്ഷേ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് ഞാൻ ചേർക്കുകയാണ്. നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഫുഡ് കളർ ഇല്ലാതെ തന്നെ ഉണ്ടാക്കുക. ലിക്വിഡ് ഫുഡ് കളറാണ്. മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ചേർക്കാം. ഈ സോസൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ഉപ്പ് ആവശ്യത്തിനുണ്ടാവും. സോസിലൊക്കെ നന്നായിട്ട് ഉപ്പുണ്ട്. ഉപ്പ് കുറവുണ്ടെങ്കിൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീഫിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, ചെറുതായിട്ട് ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ക്യാപ്സിക്കവും വല്ലാണ്ട് വെന്ത് പോകണ്ട. ഇതൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും. ഇപ്പോൾ ഞാൻ ഈ കോൺഫ്ലവർ കലക്കിയത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊന്ന് തിക്കായിട്ട് വരാനായിട്ടാണ്. നമ്മൾ വേവിച്ച് ബാക്കി ബീഫിൻ്റെ സ്റ്റോക്ക് കൂടെ, ബീഫിൻ്റെ വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ഫ്ലെയിം കൂട്ടിയിടാം. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ഇത് പെട്ടെന്ന് തന്നെ കോൺഫ്ലവർ ചേർത്തിട്ടുള്ളതുകൊണ്ട് തിക്കായിട്ട് വരും. ഇതൊന്ന്
തിക്കായിട്ട് വന്നിട്ടുണ്ട്. വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഇളക്കി യോജിപ്പിക്കാം. ഇതുപോലെ ഒന്ന് കുറുകി ഒന്ന് കുഴഞ്ഞൊരു പരുവത്തിലാണ് ഇതിരിക്കേണ്ടത്. ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയൻ വിതറി കൊടുക്കാം. ഇതൊന്ന് സേർവ് ചെയ്യാം. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ബീഫ് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരെ. ടേക്ക് കെയർ. ബൈ.